സത്യത്തിൽ നാടകം നാട്ടിലില്ല. ഒറ്റ വാക്കിൽ പറയാവുന്നൊരു ഉത്തരം എനിക്കുള്ളത്. നമുക്കൊക്കെ നാടകത്തോട് സ്നേഹവും അഭിനിവേശവും താല്പര്യമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നാടകം കാണാനും താല്പര്യമാണ്. പക്ഷെ നാടകം കളിക്കാൻ എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. മാറി വരുന്ന പരിഷ്കാരങ്ങൾ, കലാപരമായ പുതിയ സങ്കേതങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ പല കലാപ്രവർത്തനങ്ങളും ഇല്ലാതെ ഒരർത്ഥത്തിൽ നാടകവും ഇപ്പം മത്സരവേദികളിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നാടകപ്രേമികളുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള കോഴിക്കോട് വെച്ചിട്ട് നാട്ടിൽ നാടകമില്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഇക്കാര്യത്തിൽ ഞാൻ ജോയ് മാത്യുവിനോട് വിയോജിക്കുന്ന ഒരാളാണ്. നാടകം നാട് നീങ്ങിയിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നും നാടകം ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നാടകം നാട്ടിലുണ്ട്, പക്ഷേ നാട്ടുകാരുടെ ആവശ്യമായിട്ടല്ല നാടകം നിൽക്കുന്നത്. നാടകപ്രവർത്തകരുടെ ആവശ്യമായിട്ടാണ് ഇപ്പോൾ നാടകം നിലനിൽക്കുന്നത് എന്നുള്ളൊരു വിഷയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് തന്നെ ഒരു തെറ്റായ രീതിയാണ്. ഇപ്പം സിനിമ നാട്ടിലുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കോ? ഇല്ല. നാടൻ പാട്ടുണ്ടോ എന്ന് ചോദിക്കോ? ഇല്ല. എങ്ങനെയാണ് ഒന്നിന് ഡിമാൻഡ് ഇല്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നാടകം കമ്പോളത്തിൽ വെച്ചിട്ടില്ല കേരളത്തിൽ ഇതുവരെ. കമ്പോളത്തിൽ വെച്ചിട്ട് അത് ഏറ്റെടുക്കാൻ ആളുണ്ടോ എന്നറിഞ്ഞിട്ടല്ലേ നാട് നീങ്ങിയോ മരിച്ചോ 16 അടിയന്തരം കഴിഞ്ഞോ എന്ന് അറിയാൻ പറ്റൂ.